2016 തൊട്ട് 26 വരെയുള്ള 10 വർഷമെടുത്താൽ കേരളത്തിൻ്റെ കാർഷിക മേഖല ചരിത്രപരമായ മുന്നേറ്റമാണ് കൈവരിച്ചത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ കാർഷിക വളർച്ച 2.1% ദേശീയ വളർച്ച. എന്നാൽ അതേസമയം കേരളത്തിൻ്റേത് 4.65%. അപ്പോൾ ദേശീയ വളർച്ചയുടെ തോത് നോക്കിയാൽ ഇരട്ടിയിലധികം കേരളത്തിൽ വളർച്ചയുണ്ടായി എന്നതാണ് ഈ ഘട്ടത്തിലുള്ള അനുഭവം. കർഷകരുടെ വരുമാനം സംബന്ധിച്ച് 50% വർദ്ധിപ്പിക്കുമെന്നായിരുന്നു വാഗ്ദാനം. അത് നിറവേറ്റാൻ സംസ്ഥാനത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് കണക്കുകൾ കാണിക്കുന്നത്. അത് തന്നെ ഇരട്ടിയാക്കാനുള്ള ലക്ഷ്യത്തോടെ ദീർഘകാല പദ്ധതികളാണ് അംഗീകരിച്ചതും ദീർഘകാല പദ്ധതികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. നെല്ല് സംഭരണം, ഇതിൽ വലിയ മാറ്റമാണ് ഈ ഘട്ടത്തിലുണ്ടായത്. 2011-16 കാലത്ത് 25,67,000 ടണ്ണായിരുന്നു സംഭരിച്ചിരുന്നത്. ആ സ്ഥാനത്ത് 2016-21 കാലത്ത് 30,99,000 ടണ്ണ് സംഭരിക്കാനായി. അതിനുശേഷം പരിശോധിച്ചാൽ 26,20,000 ടൺ സംഭരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കർഷകർക്ക് നൽകിയ ധനസഹായത്തിനും വലിയ വർധനമാണ് ഉണ്ടായത്. UDF കാലത്ത് 4,676 കോടി രൂപയാണ് നൽകിയിരുന്നത്. അത് 2016-2021 കാലത്ത് 7,916 കോടി. അതിനുശേഷം 2021 മുതൽ ഇതുവരെ 7,401 കോടി വിതരണം ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ നെല്ലിന്റെ താങ്ങുവില ഘട്ടം ഘട്ടമായി ഉയർത്തുന്ന നിലയാണ് സ്വീകരിച്ചത്. 2025-26 30 രൂപയായി താങ്ങുവില നിശ്ചയിച്ചു. അതോടൊപ്പം കാണേണ്ടൊരു കാര്യം, ഉൽപാദനക്ഷമത അതും വർദ്ധിക്കേണ്ടായി. ഹെക്ടറിന് 2.83 ടണ്ണായിരുന്നു നേരത്തെ ഉൽപാദനക്ഷമത. അത് 3.03 ടണ്ണായി ഉയർത്താൻ കഴിയും. മറ്റൊരു രംഗം പച്ചക്കറിയാണ്. പച്ചക്കറി ഉൽപാദനത്തിൽ ഗണ്യമായ മുന്നേറ്റമാണ് ഉണ്ടാക്കാനായത്. 2015-16 6,18,000 ടണ്ണായിരുന്നു പച്ചക്കറി ഉൽപാദനം. പക്ഷേ 24-25 ആയപ്പോൾ അത് 19,11,000 ടണ്ണായിട്ട് ഉയർന്നു. അതായത് 6 ലക്ഷത്തിൽ നിന്ന് 19 ലക്ഷത്തിലേക്ക് ഉയർന്നു എന്നർത്ഥം. അതോടൊപ്പം കാണേണ്ട ഒരു കാര്യമാണ് കൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ വിസ്തൃതി. അത് 46,500 ഹെക്ടർ ആയിരുന്നു നേരത്തെ. ആ സ്ഥാനത്ത് 1,22,000 ഹെക്ടറായിട്ട് വർദ്ധിച്ചു. രാജ്യത്ത് ആദ്യമായാണ് പച്ചക്കറിക്കും പഴങ്ങൾക്കും തറവില പ്രഖ്യാപിച്ചത്. നമ്മുടെ സംസ്ഥാനം 16 ഇനം
പച്ചക്കറികൾക്കും പഴങ്ങൾക്കുമാണ് താങ്ങുവില തറവില പ്രഖ്യാപിക്കുന്ന നിലയുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പഴവർഗ കൃഷിയെ ഏകീകരിച്ച് ഉൽപാദനം 20,16,000. പാലക്കാട്ട് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനമാണ്. സർക്കാരിന്റെ നേട്ടങ്ങൾ ഉൾപ്പെടെ വിശദീകരിക്കുകയാണ് അദ്ദേഹം.